ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. നിങ്ങളുടെ ബയോളജി എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. സോ പ്രിപ്പറേഷൻ ഓഫ് ടെമ്പററി മൗണ്ട് ഓഫ് ഒണിയൻ പീൽ ടു ഒബ്സർവ് ആൻഡ് സ്റ്റഡി എപ്പിഡെർമൽ സെൽസ്. അതായത് ഒരു ഒണിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സവോള വെല്ലുള്ളിയില്ലേ, ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിലെ സെൽസിനൊക്കെ പറ്റി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എക്സ്പെരിമെൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ചികിത്സലും ഒക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ഇതൊന്ന് നോക്കാം. ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിപ്പോൾ തന്നെ പഠിച്ചു പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ വൈ വി ഡിസൈഡ് ദാറ്റ് ഒണിയൻ പീൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഒണിയൻ പീലാണെന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഒണിയൻ പീലിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് നോക്കിക്കോളൂ. ഒണിയൻ പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽസിനെ ക്ലിയർ ആയിട്ട് കാണാനും ആൻഡ് അതിൻ്റെ സെൽ വാൾസ് കാണാനും ഓരോ സെൽസിൻ്റെ സെപ്പറേഷനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും വാക്യൂൾസും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഒണിയൻ പീൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒണിയൻ പീലിനെ പറ്റി ഒന്ന് മൈക്രോസ്കോപ്പിൽ ഒന്ന് സ്റ്റഡി ചെയ്ത് സെൽസിനെയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ തീരുമാനിച്ചത്, ഒണിയൻ പീലിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ്, എന്തൊക്കെ സാധനങ്ങളാണ്, നമുക്ക് മലയാളത്തിൽ സാമഗ്രികൾ എന്നൊക്കെ പറയും. ഒരു പരീക്ഷണം നടത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് വേണം, ഒണിയൻ ബൾബ് വേണം അല്ലേ. അതായത് ഒരു ഒണിയന്റെ കഷ്ണം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു എക്സ്പെരിമെന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ, കാരണം നമ്മൾ ഈ ഒണിയനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായി നമുക്ക് വേണ്ടത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ ആണ്. മൂന്നാമത് ഒരു ഡ്രോപ്പർ ആണ്. ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ, ലൈക്ക് ഇതാണ് കേട്ടോ ഡ്രോപ്പർ. നമുക്കൊന്ന് പെന്നിന്റെ കളറൊക്കെ മാറ്റാം. ഇതാണ് ഡ്രോപ്പർ. ഓക്കെ, അപ്പോൾ ഡ്രോപ്പറാണ് മൂന്നാമതായിട്ട് വേണ്ടത്. പിന്നെ ഒരു ഗ്ലിസറിൻ ആവശ്യമുണ്ട്. പിന്നെ സെഫ്രാനിൻ സൊല്യൂഷൻ വേണം. സെഫ്രാനിൻ സൊല്യൂഷൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഫ്രാനിൻ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒണിയൻ്റെ പീലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൽസ് ക്ലിയർ ആയിട്ട് കളർഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയിനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒക്കെ എന്താണ് ഫിഗർ മിസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, മൈക്രോസ്കോപ്പ് വേണം അല്ലേ. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് കാണാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ, എന്തായാലും നിങ്ങൾ ലാബിൽ കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം എന്താണ്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു സെല്ല്, ഇപ്പം ഒണിയൻ്റെ പീലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് നേരെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സെല്ലുകളോ അല്ലെങ്കിൽ ന്യൂക്ലിയസോ അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റോപ്ലാസോ ഇതൊക്കെ കാണാൻ പറ്റുമോ, സെൽ വാള് കാണാൻ പറ്റുമോ, ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഒണിയൻ പീല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഈ സെല്ലുകളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് കാണാൻ പറ്റും. അത്രമാത്രമല്ല, അതൊക്കെ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവറിനനുസരിച്ചിരിക്കും. എന്നാലും നമുക്ക് സെൽസും അതിന്റെ സെൽ വാൾസും അതിന്റെ ന്യൂക്ലിയസും ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് മൈക്രോസ്കോപ്പിന് ഡിഫറെൻറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധരാവണ്ട. എന്തായാലും മൈക്രോസ്കോപ്പ് എന്തിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ കുഞ്ഞു കുഞ്ഞു സെല്ലുകളൊക്കെ മാഗ്നിഫൈ ചെയ്ത് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ ആണ്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തിലേക്ക് എത്തണം, ഒബ്സർവേഷനിലേക്ക് എത്തണം. ഓക്കെ, സെൽ വാൾ നമുക്ക് കാണണ്ടേ. സോ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നതിന് മുൻപേ നടക്കുന്ന പരിപാടികൾ ഉണ്ടല്ലോ, ഇതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമ്മുടെ ഒണിയൻ പീൽ വേണം അല്ലേ. സോ ആദ്യം നമ്മൾ എടുക്കുക, ഈ ഒരു ഒണിയനെ എടുത്തിട്ട് അതിനൊരു പീസാക്കും. ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നില്ലേ, നല്ല കത്തി ഉപയോഗിച്ചിട്ട് അതിനെ നടുക്കൊരു വെട്ട് കൊടുത്ത് 2 കഷ്ണമാക്കി മാറ്റും. എന്നിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു പീസ് നമ്മൾ എടുക്കും. ഇതാണ് ആ ഒരു കുഞ്ഞു പീസ്. ഓക്കെ, നമ്മൾ കറിക്കൊക്കെ ഇങ്ങനെ വെട്ടി അരിയലില്ലേ, അതിനൊരു പീസ് ഇങ്ങനെ എടുക്കാം. ഓക്കെ,
പിന്നെ നമ്മൾ നമ്മുടെ ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീല് മെല്ലെ ഇങ്ങനെ അടർത്തി മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനൊരു വാട്ടറിൽ ഡിപ്പ് ചെയ്തിടും. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മളൊരു കത്തി എടുക്കുന്നു, ഒരു ഒണിയനെ വെട്ടുന്നു, 2 കഷ്ണമാക്കുന്നു, അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം എടുക്കുന്നു, ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കുഞ്ഞു പീലെടുക്കുന്നു, അതിന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. നമ്മുടെ സാധനം റെഡിയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. സോ ഈ ഒരു സാധനം നമുക്ക് കാണണമെങ്കിൽ ഇതിന് കളർ കൊടുക്കുന്ന സ്റ്റെയിനിങ് സൊല്യൂഷൻ നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യണം. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ കാണുന്നത്. നമ്മുടെ സഫ്രാൻ സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു ഒണിയൻ പീലുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ മെല്ലെ വാട്ടർ ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കഴുകിക്കളയുന്നത്? എക്സസ് ആയി വന്നിട്ടുള്ള സ്റ്റെയിനിങ് സൊല്യൂഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ അത് കഴുകിക്കളയാണ്. പിന്നീട് നമ്മൾ ഇതിനെ ഒരു ഗ്ലാസ് റോഡിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഗ്ലാസ് റോഡിൽ പ്ലേസ് ചെയ്യും. ഈ ഒരു ഒണിയൻ പീലിനെ നമ്മൾ ഗ്ലാസ് റോഡിൽ പ്ലേസ് ചെയ്യും. ഇനി ഇത് ഗ്ലിസറിൻ വെച്ച് നമ്മൾ മൗണ്ട് ചെയ്യും. ഈ ഒരു ഒണിയൻ പീലിലേക്ക് നമ്മൾ മെല്ലെ ഗ്ലിസറിൻ ഡ്രോപ്പ് ആയിട്ട് ഉറ്റിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഇതിനെ മൗണ്ട് ചെയ്യും. ഗ്ലാസ് റോഡിന്റെ സെന്ററിൽ തന്നെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കവർ സ്ലിപ്പ്, ഗ്ലാസിൻ്റെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു കവർ സ്ലിപ്പ് വെച്ചിട്ട് എയർ ബബിൾസ് ഒന്നും കടക്കാതെ പതിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു കവർ സ്ലിപ്പ് വെച്ചിട്ട് ഈ നമ്മുടെ ഒണിയൻ പീലിനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയർ ബബിൾസ് കടക്കാതെ നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ ഈ കവർ സ്ലിപ്പില്ലേ അതിനെ മെല്ലെ വലിച്ച് ഈ ഒണിയൻ പീലിൻ്റെ മുകളിൽ എത്തിക്കണം. ഓക്കെ, ആൻഡ് ഒണിയൻ പീൽ നന്നായിട്ട് കവറായി എയർ ടൈറ്റായി എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് കവറായി നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ സാധനമാണ് ഇത്. ഇതാണ് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ കൊണ്ടുപോയി വെച്ചിട്ട് മൈക്രോസ്കോപ്പിൻ്റെ ആ കണ്ണിലൂടെ നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, ആൻഡ് വൈ വി ഡിസൈഡഡ് ദാറ്റ് ഒണിയൻ പീൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മിസ്സ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മിസ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറും പറഞ്ഞു. ഇത്രയായി കഴിയുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനാണ്. നമ്മൾ എന്ത് കണ്ടു? ഈ ഒരു പരീക്ഷണത്തിലൂടെ നമ്മൾ എന്താണ് കണ്ടത്? ദാറ്റ് ഇസ് അവർ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. സോ എ ടിഷ്യൂ സച്ച് ദാറ്റ് എ പീൽ ഇസ് മെയ്ഡ് ഓഫ് മെനി സെൽസ്. എന്താണ്? ഈ ഒരു ഒണിയൻ പീലിൽ ഉള്ള ടിഷ്യൂ ആണ്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ സെൽസ് കൂടി ചേർന്നിട്ടാണ് അല്ലേ ടിഷ്യൂ ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ കുറേ സെൽസ് കൂടിച്ചേർന്ന് ഒരു ടിഷ്യൂ ആയിട്ടുള്ള ഒണിയൻ പീലിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സെൽ ഹാസ് മെനി കോമ്പണൻറ്റ്സ് സം വിച്ച് ക്യാൻ ബി സീൻ അണ്ടർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതായത് ഈ സെല്ലിൽ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിൽ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന ചില കോമ്പണൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഫൈനലി ഉള്ള ഒരു ലുക്ക് ഇതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ളത് വരയ്ക്കുക, ആൻഡ് അത് പാർട്സൊക്കെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട പരിപാടി. സോ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒബ്സർവേഷൻ വരയ്ക്കുകയും ലേബൽ ചെയ്യുകയും ചെയ്യേണ്ടത്. നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇനി കളർ കൊണ്ടുപോകണോ എന്നുള്ള സംശയമൊന്നും വേണ്ട. അവൈലബിൾ ആണെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് ഷെയ്ഡൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഓരോ പാർട്ടുകളും വരയ്ക്കുകയും അത് ലേബൽ ചെയ്യുകയും ചെയ്യുക. ഒണിയൻ സെൽസ് അടയാളപ്പെടുത്തണം. സെൽ വാള്, അതായത് ഓരോ സെൽസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വാളുകൾ അടയാളപ്പെടുത്തണം. ന്യൂക്ലിയസ് അടയാളപ്പെടുത്തണം. ആൻഡ് സൈറ്റോപ്ലാസം, ദെൻ വാക്യൂൾസും അടയാളപ്പെടുത്തണം. ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഒബ്സർവേഷൻ ഫിഗർ എന്താവും? കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ത്രൂ ഔട്ട് ദിസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡയല്യൂട്ട് സ്റ്റെയിൻ ഫോർ സ്റ്റെയിനിങ്. എന്താണ്? നമ്മൾ സ്റ്റെയിൻ ഒഴിച്ച് വളരെ കളർഫുൾ ആക്കുക എന്ന് വിചാരിക്കരുത്. ആ സ്റ്റെയിനിങ് കുറച്ച് ഡയല്യൂട്ട് ചെയ്ത് എന്നാൽ നമുക്ക് കാണാനൊരു കളർ വേണം താനും.
ഓവർ കളർ ആവാനും പാടില്ല എന്നുള്ള രീതിയിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെയിനിങ് ചെയ്യേണ്ടത്. ആൻഡ് എയർ ബബിൾസ് ഫോം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രോസസ്സ്. അതായത് നമ്മൾ കവർ സ്ലിപ്പ് ഇടുന്ന സമയത്ത് അതിൽ എയർ ട്രാപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനെയും ഫൈനൽ റിസൾട്ടിനെയും ഒക്കെ ഈ ഒരു കംപ്ലീറ്റ് എക്സ്പെരിമെന്റിനെയും ഇത് ബാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി കവർ സ്ലിപ്പ് ഇടുക. ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ കവർ സ്ലിപ്പ് ഇടുക. ആ സമയത്ത് എയർ ബബിൾസ് ട്രാപ്പ് ആവാൻ നമ്മൾ ചാൻസ് കൊടുക്കരുത്. സോ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ പീൽ ഷുഡ് മൗണ്ടഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി സ്ലൈഡ്. സ്ലൈഡിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ ഈ ഒരു പീലിനെ ഗ്ലിസറിനൊക്കെ വെച്ചിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. Always use a brush, okay, to transfer the peel from petri dish to the slide or from one slide to another. Okay, അതായത് ഈ ഒരു പീലിനെ നമ്മൾ ആദ്യം തന്നെ ഈ പീലിനെ ഫോർസെപ്സ് ഒക്കെ ഉപയോഗിച്ച് അടർത്തി എടുത്തതിന് ശേഷം നമ്മളൊരു വെള്ളത്തിലിടുന്നുണ്ട് അല്ലേ. സോ ഈ വെള്ളത്തിൽ നിന്നും ഈ ഒരു പീലിനെ നമ്മൾ പിന്നെ സ്ലൈഡിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ നിന്ന് വേറൊരു സ്ലൈഡിലേക്കോ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുക, അല്ലാതെ കൈകൊണ്ട് എടുക്കാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഈ സെൽസ് ഒക്കെ ഡാമേജ്ഡ് ആവും. സോ വളരെ കെയർഫുൾ ആയിട്ട് ബ്രഷൊക്കെ ഉപയോഗിച്ച് വളരെ നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ കിട്ടും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ ഡൗട്ട് വരാനുള്ള ഒരു കാര്യവുമില്ല. 20 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എക്സ്പെരിമെന്റും പ്രാക്ടിക്കൽ എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്യുക. നല്ല വൃത്തിക്ക് ഫിഗർ വരയ്ക്കുക, പാർട്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്